നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എക്സസൈസ് നമ്പർ 1.2 ആണ്. അപ്പോൾ നമ്മൾ വാട്ട് ആർ ഫങ്ഷൻസ് എന്ന് പഠിച്ചു, ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് പഠിച്ചു, പിന്നെ അതിനകത്തുള്ള എക്സാമ്പിൾ പ്രോബ്ലംസും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് എക്സസൈസ് നമ്പർ 1.2 ആണ്. 1.2ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഷോ ദാറ്റ് ദ ഫങ്ഷൻ എഫ് സച്ച് ദാറ്റ് ആർ to r defined by fx is equal to 1 by x is 1 1 and onto, where r is defined as the set of all non-zero real numbers. Is the result is true if the domain r is replaced by n with codomain being same as r. അപ്പോൾ ആദ്യം ഒരു ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ആർ ടു ആർ റിയൽ നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, നോൺ സീറോ റിയൽ നമ്പേഴ്സ്. പിന്നെ ആർ ടു ആർ ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. എഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, എഫ് എക്സ് ഈക്വൽ ടു 1 by x ആണ്. ഇത് 1 1 ആണെന്നും ഓണ്ടു ആണെന്നും പ്രൂവ് ചെയ്യണം. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്, എന്താ, ഈസ് ദ റിസൾട്ട് ഈസ് ട്രൂ ഇഫ് ദ ഡൊമൈൻ ആർ ഈസ് റീപ്ലേസ്ഡ് ബൈ എൻ. ആർ ടു ആർ എന്നുള്ളത് റീപ്ലേസ് ചെയ്തിട്ട് എന്താക്കുന്നു, എൻ ടു ആർ എന്നുള്ളതാക്കുന്നു. കോഡൊമൈൻ സെയിം തന്നെയാണ്, ആർ തന്നെയാണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്പർ 1ൽ തന്നിരിക്കുന്നത് എഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 by x അല്ലേ. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആർ സ്റ്റാർ ടു ആർ സ്റ്റാർ ആണ് നമ്മൾ മാപ്പ് ചെയ്യുന്നതെന്ന്. ഡൊമൈനും കോഡൊമൈനും എന്താ പറഞ്ഞ്, ആർ സ്റ്റാർ ടു ആർ സ്റ്റാർ. എന്താണ് ആർ സ്റ്റാർ എന്നും ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. ആർ സ്റ്റാർ ഈസ് ദ നോൺ സീറോ റിയൽ നമ്പർ. നോൺ സീറോ റിയൽ നമ്പറാണ് ആർ സ്റ്റാർ. എന്താ കാര്യം, ഇത് 1 by x അല്ലേ, അപ്പോൾ 1 by 0 വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് 0 എടുക്കുന്നില്ല, ബാക്കിയുള്ള നോൺ സീറോ നമ്പേഴ്സ് മാത്രമേ നമ്മൾ ഈ ഡൊമൈനിലും കോഡൊമൈനിലും എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോഴേക്കും ഇനി എന്ത് വേണം, ഇനി നമുക്കിത് 1 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. 1 1 ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെടുക്കാം, x1, x2 ആർ ദ ടു എലമെൻറ്റ്സ്, ടു ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്. ദെൻ എന്തായിരിക്കും fx1, fx1 ഈസ് x1 and fx2 is x2. Then fx1 is equal to fx2 is equal to എന്ത് കിട്ടും, implies x1 is equal to x2 എന്ന് പറഞ്ഞാൽ എന്താ, for different elements of x1 set first codomain we have different elements of distinct elements in codomain. Okay, ഇവിടെയുള്ള ഓരോ എലിമെൻസിനും എന്തുണ്ടാവും, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് ഉണ്ടാവും എന്നാണ് x1 ഈസ് ഈക്വൽ ടു x2 എന്നുള്ളതിൻ്റെ മീനിങ് അല്ലേ. അപ്പോൾ എന്താണ് നമുക്കിത് എന്ത് കിട്ടും, therefore it is 1 1. എന്താണെന്ന് കിട്ടും, 1 1 ആണ് എന്ന് കിട്ടും. ഓക്കെ, ഇനി സെക്കൻഡ് പാർട്ടിൽ വേണ്ടത് എന്താ, ഓണ്ടു ആണോ ഇല്ലയോ എന്ന് പ്രൂവ് ചെയ്യണം. ഷോ ദാറ്റ് ആണ് അല്ലേ, ഓണ്ടു ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓണ്ടു ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്തെടുക്കാം, എഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 1 ഉണ്ടെന്ന് മനസ്സിലായില്ലേ. എഫ് എക്സ് 1 ഈക്വൽ ടു എഫ് എക്സ് 2 വരുമ്പോൾ x1 ഈസ് ഈക്വൽ ടു x2 വരും. സോ ഇറ്റ് ഈസ് ഓൺ 1 1. ഇനി എഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 by x അല്ലേ, ദാറ്റ് മീൻസ് എന്താ, y ഈസ് ഈക്വൽ ടു 1 by x എന്ന് എഴുതാം. ഇതിന് എന്താണ് x ഈസ് ഈക്വൽ ടു 1 by y. ഇനി നമുക്ക് ഇതിൻ്റെ പ്ലേസിൽ കൊടുത്താലോ, x അല്ലേ, x എന്ന് പറഞ്ഞാൽ എന്താണ്, 1 by y. എഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, 1 by y എന്ന് വെച്ചാൽ നമുക്ക് എന്തെഴുതാം, 1 by x. x എന്ന് പറഞ്ഞാൽ 1 by y അല്ലേ. ഇതെന്ത് ചെയ്യും, ഇത് റെസിപ്രോക്കലായിട്ട് ഇത് ഓപ്പോസിറ്റ് വരത്തില്ലേ എന്ന് വെച്ചാൽ 1 into y by 1 എന്ന് വരും, ദാറ്റ് ഈസ് y അല്ലേ. ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു y എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു y എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഓരോ എലമെൻറ്റിനും എന്തുണ്ടാവും, വൈയിലുള്ള അതായത് കോഡൊമൈനിലുള്ള ഓരോ നമ്പറിനും നമുക്കിവിടെ മാപ്പിംഗ് ഉണ്ടായിരിക്കും ഡൊമൈനിൽ. സോ ഇറ്റ് ഈസ് ഓണ്ടു. ഇതെന്താണ്, അപ്പോൾ ഓണ്ടു ആണ് എന്ന് കിട്ടും. അപ്പോൾ എന്താ, എങ്ങനെ ഓണ്ടു എന്ന് പ്രൂവ് ചെയ്യുന്നത്, എഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 by x ആണ് നമ്മുടെ ഫംഗ്ഷൻ, y ഈസ് ഈക്വൽ ടു 1 by x എന്ന് എഴുതാം. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു 1 by y. ഇനി എക്സിൻ്റെ പ്ലേസിൽ നമുക്കിത് കൊടുത്താലോ, എഫ് ഓഫ് 1 by y ഇസ് ഈക്വൽ ടു 1 by x അല്ലേ നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ ആ എക്സിൻ്റെ പ്ലേസിൽ എന്ത് കൊടുത്തു, 1 by y കൊടുത്തു രണ്ടിടത്തു. അപ്പോഴേക്കും എന്ത് കിട്ടി, y എന്ന് കിട്ടും. സോ എഫ് എക്സ് ഇസ് ഈക്വൽ ടു y, സോ ഇറ്റ് ഈസ് ഓണ്ടു. ഇതെന്താണ്, ഇപ്പോൾ ഓണ്ടു ഫംഗ്ഷൻ ആണെന്ന് കിട്ടി. അപ്പോൾ ഇതെന്താണ്, ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പാർട്ടേ ആയിട്ടുള്ളൂ. ഇനി സെക്കൻഡ് പാർട്ട് നോക്കാം. അതിൽ എന്താണ്, നമ്മുടെ ഡൊമൈൻ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഡൊമൈൻ നമ്മുടെ നാച്ചുറൽ നമ്പർ ആയിട്ടുണ്ട്. കോഡൊമൈൻ ആർ സ്റ്റാർ തന്നെയാണ്, നോൺ സീറോ റിയൽ നമ്പർ തന്നെയാണ്. ഇവിടെയും നമ്മൾ 1 1 ആണോ, ഈസ് ദ റിസൾട്ട് ഈസ് ട്രൂ ഇഫ് ദ ഡൊമൈൻ ഈസ് റീപ്ലേസ്ഡ് ബൈ എൻ എന്നാണ്, ആർ ഈസ് റീപ്ലേസ്ഡ് ബൈ എൻ.
അപ്പോൾ എന്താണ് ഓൺ വൺ ആണോ എന്ന് ചെക്ക് ചെയ്യണം. 1 ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? നേരത്തെ പോലെ തന്നെ x1 x2 എന്നോ n1 n2 എന്നോ ഏതെങ്കിലും 2 നമ്പേഴ്സ് എടുക്കാം. നേരത്തെ x1 x2 എന്നെടുത്ത കാരണം ഇവിടെ നമുക്ക് n1 n2 എന്ന് വേണമെങ്കിൽ എടുക്കാം. ഏത് ഡിജിറ്റ് വേണമെങ്കിൽ ഏത് റെപ്രസെൻറ്റേഷൻ വേണമെങ്കിലും എടുക്കാൻ പറ്റും. അപ്പോൾ f of n1 ഈക്വൽ ടു എന്ത് കിട്ടും? n1 f of n2 is equal to n2 എന്ന് കിട്ടും. സോ fn1 of is equal to fx1 equal to fx2 നേരത്തെ ഇതേപോലെ എഴുതുവാണെങ്കിൽ എന്ത് കിട്ടും? n1 equal to n2 എന്ന് കിട്ടും. സോ എന്താണിത്? 1 ഫംഗ്ഷൻ ആണ്. ഫോർ എവറി എലമെന്റ് ഓഫ് കോഡൊമൈൻ there is a image in so every element in domain there is a image in codomain. So it is എന്താ 1 ആണ്. ഇനി ഓൺ ടു ആണോ എന്ന് നോക്കാം. ഓൺ ടു ആണോ എന്ന് നോക്കുമ്പോഴേക്കും നമുക്ക് എലമെന്റ്സ് എടുത്ത് നോക്കാം. എന്നല്ലേ 1 2 3 ഇതാണെങ്കിലോ റിയൽ നമ്പേഴ്സ് ആണ്. റിയൽ നമ്പേഴ്സിൽ നെഗറ്റീവ് നമ്പേഴ്സ് ഒക്കെ വരും, പക്ഷെ 0 വരാൻ പറ്റുമോ? ഇല്ല. നോൺ സീറോ റിയൽ നമ്പർ ആണ് അല്ലേ. സോ 0 ഇല്ല. 1 2 3 ഈ നമ്പേഴ്സ് ഒക്കെ വരും. ഇവിടെ മാപ്പിംഗ് നടക്കുമോ? ഇവിടെ മൈനസ് നമ്പേഴ്സ് നെഗറ്റീവ് നമ്പേഴ്സ് ഒക്കെ എവിടേക്കായിരിക്കും മാപ്പ് ചെയ്യുക? ഇത് നാച്ചുറൽ നമ്പർ മാത്രമല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ 0.5 എന്നും അല്ലെങ്കിൽ 0.2 എന്നൊക്കെ പറയുന്ന നമ്പേഴ്സും ഇവിടെ ഇല്ല ഇല്ലേ. അതുപോലെ തന്നെ നെഗറ്റീവ് നമ്പേഴ്സും ഇല്ല. സോ എന്തെഴുതാം? -2 ഈസ് ദ എലമെന്റ് ഓഫ് ആർ അല്ലെങ്കിൽ 1/2 ഈസ് ദ എലമെന്റ് ഓഫ് ആർ. ബട്ട് വി കനോട്ട് മാപ്പ് ദിസ് ടു our domain. So it is not onto. എന്തല്ല? onto അല്ല. onto അല്ലാത്തതിൻ്റെ കാര്യം എന്താ? 1/2 element ആണ്. all negative numbers ഉണ്ട്. For every real number, negative real number belonging to the codomain may not have the എന്തുണ്ടാവില്ല? may not have the pre-image. ഇവിടെ ഉള്ളതിനെയാണ് pre-image എന്ന് പറയുന്നത് കേട്ടോ. നമുക്കിപ്പോൾ ഡൊമൈനും കോഡൊമൈനും പഠിച്ചിട്ടില്ലേ? നമ്മൾ പഠിച്ചായിരുന്നില്ലേ? അപ്പോൾ ഇത് ഡൊമൈനാണ്, ഇത് കോഡൊമൈനാണ്. ഇവിടെ ഉള്ള ഡൊമൈനിന് ഓരോന്നും ഇവിടെ എന്തുണ്ടാവും എന്നാണ്? ഇമേജ് ഉണ്ടാവും ഇല്ലേ. അതുപോലെ തന്നെ നമുക്ക് തിരിച്ചു പറയാം, ഓരോ കോഡൊമൈൻ എലമെൻറ്റിനും എന്താണ്? ഡൊമൈനിലൊരു പ്രീ ഇമേജ് ഉണ്ടെന്ന് പറയാം. എന്ത് ഇമേജ് ആണ്? പ്രീ ഇമേജ് കേട്ടോ. പ്രീ ഇമേജ് ഉണ്ടെന്ന് പറയാൻ പറ്റും. അല്ലേ? അപ്പോൾ ഇത് ഈ ഓൺ ടു എന്നുള്ളത് മനസ്സിലായിട്ടില്ലേ? ഓൺ ടു എങ്ങനെയാണ് അല്ലാത്തതെന്ന്? 1/2 അതുപോലെ നെഗറ്റീവ് നമ്പേഴ്സ് ഒന്നും എന്തല്ല ഇവിടെയുള്ള പ്രീ ഇമേജ് ആയിട്ട് വരത്തില്ല. ഇനി ഞാൻ പറഞ്ഞു തരാം എന്താണ് ഇമേജും പ്രീ ഇമേജും എന്ന്. ഇപ്പോൾ നമ്മുടെ ഇതൊരു ഡൊമൈൻ സെറ്റ്, ഇതൊരു കോഡൊമൈൻ സെറ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് നിറയെ എലമെൻറ്റ്സ് ഉണ്ടാവും, ഇവിടെ നമുക്ക് എലമെൻറ്റ്സ് ഉണ്ടാവും, ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാപ്പിംഗ് ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് പറയും? ഈ നമ്പേഴ്സ് ഇവിടെ ഉള്ളതിൻ്റെ ഇമേജ് ആണെന്ന് പറയും ഇല്ലേ. ഇവിടെ ഉള്ളതെല്ലാം എന്താണെന്ന് പറയും? ഇമേജ് ആണെന്ന് പറയും. അതുപോലെ തന്നെ ഇവിടെയുള്ള നമ്പേഴ്സിൻ്റെ എല്ലാം പ്രീ ഇമേജ് ആണ് ഡൊമൈനിലുള്ളതെന്ന് പറയും. അതെന്താണ് വേർഡ്? പ്രീ ഇമേജ്. പ്രീ ഇമേജ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഡൊമൈനിലുള്ള നമ്പേഴ്സ് ആണെന്നാണ്. ഡൊമൈനിലുള്ള നമ്പേഴ്സ് ആണെന്നാണ് പ്രീ ഇമേജ് എന്ന് പറയുന്നത്. ഇമേജ് എന്ന് പറയുമ്പോൾ എന്താ? അത് കോഡൊമൈനിലുള്ള നമ്പേഴ്സാണ്. അപ്പോൾ നമ്മൾ ഓൺ ടു ആണോ ഇല്ല, ഓൺ ടു അല്ലാതായത് എന്താ കാര്യം? അവിടെ ഒന്നും പ്രീ ഇമേജിൽ നെഗറ്റീവ് നമ്പേഴ്സിനും ഫ്രാക്ഷനും ഒന്നും തന്നെ പ്രീ ഇമേജ് ഇല്ല. മീൻസ് ഡൊമൈനിൽ അതിന് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് മാപ്പിംഗ് ഇല്ല. സോ ഇറ്റ് ഈസ് നോട്ട് എന്താ? ഓൺ ടു. ഓക്കെ, എക്സസൈസ് നമ്പർ 1.2 സെക്കൻഡ് ക്വസ്റ്റ്യൻ. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? ചെക്ക് ദ ഇൻജക്ടിവിറ്റി ആൻഡ് സർജക്ടിവിറ്റി ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ. കുറച്ച് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്, 5 സബ് പാർട്ട് ഉണ്ട് അതിനകത്ത്. ഫസ്റ്റ് വൺ, f such that n to n given by fx is equal to x square. ഫംഗ്ഷൻ ഇതാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. n to n ആണ്, നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ ആണ്. fx is equal to x square. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? x1 x2 ആർ ദ ടു ഡിഫറെൻറ്റ് എന്ന് പറയും, ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആണെന്ന് പറയും. എന്നിട്ട് എന്ത് ചെയ്യും? 1 ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് fx ഈക്വൽ ടു fx1 is equal to fx2 ആണോ എന്ന് നോക്കും. അപ്പോൾ എന്താണ് ഇവിടെ എന്ത് കിട്ടും? എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ അല്ലേ. അപ്പം x1 സ്ക്വയർ ഇസ് ഈക്വൽ ടു x2 സ്ക്വയർ. ദെൻ നമുക്ക് പറയാമല്ലോ x1 ഇസ് ഈക്വൽ ടു x2 ആണെന്ന്. സോ ഇറ്റ് ഈസ് 1 ഫംഗ്ഷൻ ആണ്. 1 ഫംഗ്ഷൻ ആണെന്ന് കിട്ടും. ഇനി എന്താ? ഇനി ഓൺ ടു ഫംഗ്ഷൻ ആണ്. 1 ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞാൽ എന്താ മീനിങ്?
ഇൻജക്റ്റീവ് ആണ് അല്ലേ. ഇൻജക്റ്റീവും ഇൻജക്റ്റിവിറ്റിയും ആണ് ചെയ്യാനായിട്ട്. 1 ആണെന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ഇൻജക്റ്റീവ് ആണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ആ ഫംഗ്ഷൻ്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. 1 to 1നെയും മെനി ടു 1നെയും ആണ് പറയുക എന്ത്, ഇൻജക്റ്റീവ് ഫംഗ്ഷൻസ് എന്ന്. പിന്നെ ഏതായിരുന്നു സർജക്റ്റീവ്, ഓൺ ടു ഫംഗ്ഷൻ അല്ലായിരുന്നോ സർജക്റ്റീവ്. അപ്പോൾ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ ആണ് എന്ന് കിട്ടും. ഇനി അടുത്ത് നോക്കും, നമ്മുടെ ഓൺ ടു ആണോ എന്ന് പ്രൂവ് ചെയ്യണം. ഓൺ ടു ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മുടെ രണ്ട് സെറ്റും നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. അപ്പോൾ ഇവിടെ എന്നും തന്നെയാണ്. ഇവിടെ നമുക്ക് 1 2 3 ഉണ്ട്, ഇവിടെയും 1 2 3 4 ഉണ്ട് ഇല്ലേ. അപ്പോൾ ഇവിടുത്തെ ഒരു 2 എന്നുള്ളൊരു എലമെൻറ്റ്, 2 എന്നുള്ള എലമെൻറ്റ് എന്നിലെ എലമെൻറ്റ് തന്നെയല്ലേ. പക്ഷേ ഈ 2 എന്നുള്ള എലമെൻറ്റിനെ നമ്മുടെ ഡൊമൈനിലേക്ക് ഏതിലേക്കായിരിക്കും മാപ്പ് ചെയ്യുക, ഈ x² ആണ് 2. അപ്പോൾ എക്സ് എന്ന് വെച്ചാൽ √2 അല്ലേ. √2 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റാണോ, അല്ല. അപ്പോഴേക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റില്ല. 2 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് n, ബട്ട് ദർ ഈസ് നോ എലമെൻറ്റ് ഇൻ ദിസ് ഡൊമൈൻ സെറ്റ് ഫോർ ദിസ് 2 3 സം ദീസ് നമ്പേഴ്സ്. ഇപ്പോൾ 4നാണെങ്കിൽ ഉണ്ടാവും, 4നാണെങ്കിൽ നമുക്ക് മാപ്പ് ചെയ്യാം. എങ്ങനെ, ഈ 2ഉം 4ഉം കൂടെ മാപ്പ് ചെയ്യാം. പക്ഷേ ഈ 2നും 3ക്കും ഒന്നും ഇവിടെ എന്തുണ്ടാവില്ല, മാപ്പിംഗ് ഉണ്ടാവില്ല. കാര്യം എന്താ, ഇത് നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റ് മാത്രമാണ്, സ്ക്വയർ ആണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് മാപ്പ് ചെയ്യണമെങ്കിൽ എന്തിലേക്ക്, √2ലേക്കായിരിക്കും മാപ്പ് ചെയ്യേണ്ടി വരിക. അങ്ങനെ പറ്റില്ല. കാര്യം എന്താ, ഇത് നാച്ചുറൽ നമ്പർ സെറ്റിൽ √2 ഒന്നുമില്ല അല്ലേ. സോ ഇറ്റ് ഈസ് നോട്ട് ഓൺ ടു അല്ല. ഓക്കെ, എഴുതേണ്ട എങ്ങനെ എഴുതുന്നത്, 2 element of n, 2 is the element of codomain set, but there is no mapping for that such numbers in this domain. Okay, അത് എഴുതിക്കോണേ. ഓക്കെ, സെക്കൻഡ് പാർട്ട്, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് if such that z is mapping to z ആണ്. z എന്താണ്, ഇൻറ്റിജർ സെറ്റ്. then fx is equal to x² എന്ന് തന്നെയാണ് ഫംഗ്ഷൻ. അപ്പോൾ എങ്ങനെയായിരിക്കും, നമ്മൾ z എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതൊക്കെ വരും, 0 വരും, +or-1, +or-2 എക്സെട്ര എല്ലാത്തിൻ്റെയും സെറ്റാണ് z എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാച്ചുറൽ നമ്പർ എടുക്കുമ്പോഴേക്കും നമ്മുടെ ഡൊമൈൻ എടുക്കുമ്പോൾ എന്തൊക്കെ വരും, -1 0 1 2 3 ഇങ്ങനെ വരും. ഇവിടെയാണെങ്കിലോ കോഡൊമൈൻ എടുക്കുമ്പോഴോ ഇത് x എന്ത് വയ്യാന്ന് വെച്ചോ, ഇതെന്താ വരിക, ഇവിടെയും എന്ത് തന്നെയാണ്, z അല്ലേ, -1 0 1 2 3 ഇതെല്ലാം വരും. ഇവിടെ കണ്ടോ, നമുക്കിനി -1നെ എന്തിലേക്ക് മാപ്പ് ചെയ്യണം, -1ൻ്റെ സ്ക്വയർ അല്ലേ. അപ്പം -1ഉം 1ഉം ആയിട്ട് മാപ്പ് ചെയ്യാം. 1 ആവുമ്പോഴോ 1ഉം 1ഉം ആയിട്ട് മാപ്പ് ചെയ്യാം. ഇതാവുമ്പോൾ 1 1 ആയോ, 1 1 ഫംഗ്ഷൻ ആണോ. ഇപ്പം 1 1 ആണെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലിമെന്റ്സിലേക്കല്ലേ മാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഈസ് നോട്ട് 1 1 അല്ല. ഓക്കെ, അതാണ് സെക്കൻഡ് പാർട്ട്, സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട്. നേരത്തെ ആയിരുന്നെങ്കിൽ 1 1 ആയി. കാര്യം എന്താ, ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സ് ഒന്നുമില്ല, പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ, നാച്ചുറൽ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിപ്പോൾ ഇൻറ്റിജറിൻ്റെ സെറ്റാണ്. സോ ഇറ്റ് ഈസ് നോട്ട് 1 1. എങ്ങനെ എഴുതും, എഴുതുന്ന എങ്ങനെ എഴുതണം, f of -1 is equal to f of 1 is equal to 1. therefore it is not 1 1 and എന്തല്ല, ഇൻജക്റ്റീവ് ആണോ, 1 1 അല്ല എന്ന് പറഞ്ഞാൽ ഇൻജക്റ്റീവ് അല്ല, so it is not injective. f of -1 is equal to f of 1 is equal to 1. അല്ലെങ്കിൽ ഇങ്ങനെ ഡയഗ്രം വരച്ചിട്ട് കാണിക്കാം കേട്ടോ. then എന്തല്ല, so it is mapping to distinct elements in സെയിമിലേക്കല്ല മാപ്പ് ചെയ്യുന്നത്. so it is not 1 1 എന്ന് എഴുതാം. ഓക്കെ, നോട്ട് ഇൻജക്റ്റീവ് ഓൾസോ. ന്റെ കണ്ടീഷൻ നേരത്തെ ഉള്ള പോലെ തന്നെ പറയാൻ പറ്റും. എന്താണ്, നമ്മുടെ ഇവിടുത്തെ ഫംഗ്ഷൻ -1 0 1 2 ആണ്, ഇവിടെയാണെങ്കിൽ -1 0 1 2 3 ആണ്, ഇൻറ്റിജേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം, നമ്മുടെ മൈനസ് നമ്പേഴ്സിന് -2 -1 എന്നുള്ള നമ്പേഴ്സിന് ഇവിടേക്ക് എന്ത് ചെയ്യില്ല, മാപ്പ് ഉണ്ടാവില്ല. അതുപോലെ 3 എന്നുള്ള നമ്പർ ആണെങ്കിൽ ഇവിടെ എന്ത് വരും, ഇവിടെ √3 വരണ്ടേ. 3 എന്നുള്ള നമ്പർ ഇതിലേക്ക് മാപ്പ് ചെയ്യണമെങ്കിൽ അത് √3 ആവണം. കാര്യം എന്താ, x² ആണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ √3 എന്നുള്ള ഫംഗ്ഷൻ ഉണ്ടാകുമോ. ഇൻറ്റിജേഴ്സ് ആണെങ്കിലും നെഗറ്റീവും പോസിറ്റീവും നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. എന്തില്ല, √3 √4 അങ്ങനെ √3 √2 അങ്ങനെയുള്ള നമ്പേഴ്സ് ഒന്നും തന്നെ ഇല്ല, റാഷണൽ നമ്പേഴ്സ് ഒന്നും തന്നെ ഇല്ല. സോ ഇറ്റ് ഈസ് നോട്ട് എന്താ, ഓൺ 1 അല്ല, ഓൺ 2 അല്ല മീൻസ് സർജക്റ്റീവും അല്ല. ഇതെല്ലാം ഈസി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സർജക്റ്റീവും അല്ല. നിങ്ങളിത് വലിയ ഇതായിട്ട് കൺഫ്യൂഷനായിട്ട് എടുക്കരുത്, സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. ഇത് എന്താ, ഇതിങ്ങനെ എഴുതാം, 3 is the element of എന്താ, 3 is the element of z, but we cannot map this 3 to √3. √3 is not an element of
this domain, so we cannot map 3 to 3 and such like numbers we cannot map. So it is not onto and surjective. ഓക്കെ. അതിൻ്റെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെയിം തിങ് തന്നെ R to R ആണെന്നേ ഉള്ളൂ. ഇവിടുത്തെ മാപ്പിംഗ് R to R, റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണെന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് 1 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? നേരത്തെ പോലെ തന്നെയാണ്. എന്താ, F1 -1 എന്നെടുത്താലും ദാറ്റ് ഈസ് ഈക്വൽ ടു F(1) എന്നെടുത്താലും എന്ത് കിട്ടും? 1 തന്നെ കിട്ടും. കാര്യം എന്താ, റിയൽ നമ്പർ സെറ്റിൽ -1 0 1 2 എല്ലാ നമ്പേഴ്സും ഉണ്ട്. ഇവിടെയും അത് തന്നെയുണ്ട്, ഫ്രാക്ഷൻസ് എല്ലാം ഉണ്ട് ഇതിനിടയ്ക്ക്. അപ്പോൾ -1 മാപ്പ് ചെയ്യുന്നത് 1ലേക്കായിരിക്കും, 1 മാപ്പ് ചെയ്യുന്നത് 1ലേക്കായിരിക്കും. സോ ഇറ്റ് ഈസ് എന്തല്ല, 1 1 അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് ഇൻജക്റ്റീവ്. ഇൻജക്റ്റീവും അല്ല. നേരത്തെ സെയിം കണ്ടീഷൻ തന്നെ ഇവിടെ എഴുതിയാൽ മതി കേട്ടോ. F(-1) = F(1) = 1. സോ ഇറ്റ് ഈസ് നോട്ട് ഇൻജക്റ്റീവ് ഓർ ആൻഡ് 1 1. ഇനി എന്ത് വേണം? x² തന്നെ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് ഓണ്ടു ആണോ ഇല്ലയോ എന്ന് പ്രൂവ് ചെയ്യണം. ഓണ്ടു ആയിരിക്കുമോ? ഓണ്ടു ആണെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഇത് സെയിം തിങ് -1 0 1 2 എന്നുള്ള ഫംഗ്ഷൻ ഇവിടെയാണെങ്കിലോ -1 0 1 2 3 എല്ലാം ഫ്രാക്ഷൻസ് നമ്പേഴ്സും ഇടന്നിട്ട് ഇതിനൊക്കെ ഏതൊക്കെ വേണമെങ്കിൽ വരാം, 0.5ഉം അങ്ങനെയുള്ള എല്ലാ നമ്പേഴ്സും ഉണ്ട്. അപ്പോഴേക്കും എന്ത് വരും? ഒരു -1 ഉണ്ടെന്ന് വെച്ചോ, അല്ലെങ്കിൽ -2 ഉണ്ടെന്ന് വെച്ചോളൂ. ആ -2നെ ഇതിലേക്ക് എവിടേക്കാണ് മാപ്പ് ചെയ്യുക? -2ന്റെ റൂട്ട് എന്ത് വരും? x² അല്ലേ നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ -2 എടുത്തു കഴിഞ്ഞാൽ -√2ന്റെ -√2 എന്ന് വരും. റൂട്ട് -2 എന്നല്ല, സോറി, റൂട്ട് -2 എന്ന് വരും. ഇതെന്താണ്? ഇത് റിയൽ അല്ല, ഇത് ഇമാജിനറി വരും അല്ലേ. റൂട്ടിനകത്ത് മൈനസ് വന്നാൽ എന്താണ്? i ഒക്കെ വരും. കോംപ്ലക്സ് നമ്പറൊക്കെ പഠിച്ചിട്ടില്ലേ +1-ൽ? അപ്പോൾ അവിടെ എന്താ x+iy ഫോമിലൊക്കെ വരത്തില്ലേ? ആ i എന്നുള്ള ഫോമിൽ വരും ഇത്. അപ്പോഴേക്കും എന്തല്ല, ഇത് നമ്മുടെ റിയൽ നമ്പർ സെറ്റിൽ വരുന്നതല്ല, റിയൽ നമ്പർ സെറ്റിലല്ല അത് വരുന്നത്. അപ്പോൾ എന്ത് വരും? ഇമാജിനറി നമ്പേഴ്സ് വരും. സോ വി കനോട്ട് ഇങ്ങനെ എഴുതാം, -2 ഈസ് ദ എലമെന്റ് ഓഫ് R, ബട്ട് വി കനോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? വി കനോട്ട് മാപ്പ് -2, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് -2 ഈസ് നോട്ട് റിയൽ. റൂട്ട് ഓഫ് -2 ഈസ് നോട്ട് റിയൽ. -2 മാത്രമല്ല കേട്ടോ, ഓൾ ദ റിയൽ നെഗറ്റീവ് നമ്പേഴ്സിനും പ്രോബ്ലം ആണ്. അതൊന്നും തന്നെ ഇങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യാൻ പറ്റില്ല. സോ വി കനോട്ട് മാപ്പ് ഓൾ ദ റിയൽ നമ്പേഴ്സ്, റിയൽ നെഗറ്റീവ് നമ്പേഴ്സ്. സോ ഇറ്റ് ഈസ് നോട്ട് ഓൺടു. ഇതെന്തല്ല? ഓൺടു അല്ല. അതുകൊണ്ട് തന്നെ എന്തല്ല? സർജക്റ്റീവും അല്ല. ഇറ്റ് ഈസ് നോട്ട് ഓൺടു ആൻഡ് സർജക്റ്റീവ്. സബ്ജക്റ്റീവ് ആണോ? അല്ല. സബ്ജക്റ്റീവും അല്ല, ഓൺടുവും അല്ല. എന്താ കാര്യം എന്ന് മനസ്സിലായോ? റിയൽ നമ്പർ സെറ്റ് തന്നെയാണ്, പക്ഷേ x² ആണ് നമ്മുടെ ഫംഗ്ഷൻ. x²ലേക്ക് മാപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ഒന്നും തന്നെ ഇല്ല. -2 വരുമ്പോഴേക്കും അത്, അല്ലെങ്കിൽ -3 -4 ഏത് വന്നാലും മൈനസ് നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സ് വരുമ്പോഴേക്കും റൂട്ട് എടുത്തു കഴിഞ്ഞാൽ മൈനസ് വരും. മൈനസ് വന്നാൽ എന്താ? ഇങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ മൈനസ് ഉണ്ട്, പക്ഷേ എന്താണ്? ഇമാജിനറി നമ്പർ അല്ല, റിയൽ നമ്പറുകൾ മാത്രമേ ഉള്ളൂ. സോ വി cannot map this -2 and all the real negative numbers. ഓക്കെ അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യനിൽ തന്നെ ഫോർത്ത് പോർഷൻ, ഫോർത്ത് സബ്പാർട്ട്, എഫ് സച്ച് ദാറ്റ് എൻ ടു എൻ എഫ് എക്സ് ഇസ് ഈക്വൽ ടു x³ ആണ്. അപ്പം നമ്മുടെ നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പറാണ് മാപ്പ് ചെയ്യുന്നത്. എഫ് എക്സ് ഈക്വൽ ടു x³ ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് നേരത്തെ പോലെ തന്നെ let x1 and x2 be the two different numbers. Then f of x1 ആണെങ്കിൽ f of x1 ഈക്വൽ ടു f of x2 ആണെന്ന് നോക്കണമെങ്കിൽ എന്ത് വേണം? f of x1. അപ്പോൾ f of x-ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? x1 ക്യൂബ്. x1 ക്യൂബ് ഈക്വൽ ടു x2 ക്യൂബ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? x1 ഈക്വൽ ടു x2 ആണെന്ന് പറയാം. സോ ഇറ്റ് ഈസ് 1 1 ഫംഗ്ഷൻ ആണെന്ന് പറയാം. സോ ഇറ്റ് ഈസ് എന്താ? ഇൻജക്റ്റീവ്. ഇറ്റ് ഈസ് ഇൻജക്റ്റീവ്. അപ്പോൾ ഇതെന്താണ്? ഇൻജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന് പറയാം. എന്താണ്? നേരത്തെ പോലെ തന്നെ x1 ഈക്വൽ ടു x2 ക്യൂബ് ആണെങ്കിൽ എന്താ? x1 ഈക്വൽ ടു x2 എന്ന് പറയാം. ഇനി എന്താണ്? അപ്പോൾ 1 1 ആണെന്ന് കിട്ടിയില്ലേ? ഇനി ഓൺടു ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. ഓൺടു ആണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? ഇപ്പോൾ 2 ഒരു എലമെൻ്റ് ആണെന്ന് വെച്ചോളൂ, നാച്ചുറൽ നമ്പറിൻ്റെ ഒരു എലമെൻ്റ് അല്ലേ. പക്ഷേ നമ്മൾ ഇത് എവിടേക്കാണ് മാപ്പ് ചെയ്യാൻ പറ്റുക? ഇത് 1 2 3 4 എന്നുണ്ട്, ഇവിടെ 1 2 3 4 എന്നുണ്ട്. ഈ 1 2 ഒക്കെ നമ്മൾ എങ്ങോട്ട് മാപ്പ് ചെയ്യും? ക്യൂബിക് റൂട്ട് വരത്തില്ലേ? ക്യൂബിക് റൂട്ട് ഓഫ് എക്സ് ആണെങ്കിലല്ലേ, ക്യൂബിക് റൂട്ട് ഓഫ് 2 ആണെങ്കിലല്ലേ 2 മാപ്പ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരുപാട് നമ്പേഴ്സും വളരെ കുറച്ച് നമ്പേഴ്സ് മാത്രമേ മാപ്പ് ചെയ്യാൻ പറ്റൂ. ഒരു നമ്പേഴ്സും ഇതിലേക്ക് മാപ്പ് ചെയ്യാൻ പറ്റില്ല. സോ എന്തല്ല ഇത്? 1 1 2 അല്ല, അതായത് സർജക്റ്റീവും അല്ല. ഓക്കെ, ഇതെല്ലാം വലിയ ലെങ്തി ആയിട്ട് നോക്കേണ്ട കാര്യമില്ല. നമ്മളെല്ലാം
എന്താണ് സംഭവം എന്ന് നോക്കി വെക്കുക, എന്നിട്ടത് തനിയെ സ്വന്തം വേർഡ്സിൽ എഴുതുക. അല്ലാതെ ബുക്കിലുള്ള പോലെയോ ടെക്സ്റ്റിലുള്ള പോലെയോ ഗൈഡിലുള്ള പോലെയൊന്നും കാണാതെ പഠിക്കാൻ നിൽക്കരുത്. എന്താണ് സാധനം, എന്തുകൊണ്ടായില്ല, എന്തുകൊണ്ട് 1-2 ആയി, അല്ലെങ്കിൽ എന്തുകൊണ്ട് 1-1 ആയി എന്നുള്ള കാര്യം അറിയണം. വെറുതെ ലെങ്തി ആയിട്ട് പോകേണ്ട കാര്യമില്ല, കാണാതെ പഠിക്കാനും പോകരുത്. കാര്യം അറിഞ്ഞിട്ട് സ്വന്തം വേർഡ്സിൽ എഴുതുക. +2 ആകുമ്പോഴത്തേക്കും സ്വന്തം വേർഡ്സിൽ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം 5th ക്വസ്റ്റ്യനും സെയിം തന്നെയാണ്. ഇസഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ അവിടെ. ഇസഡ് എന്നുള്ള ലെവലിലേക്ക്, അതായത് നമ്മുടെ ഇൻറ്റിജേഴ്സിലേക്കാണ് മാപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. സെയിം ഫംഗ്ഷൻ തന്നെയാണ്. fx = x³ ആണ്. നമുക്ക് മറ്റേ ഇതെല്ലാം ചെയ്യുന്ന പോലെ തന്നെ x1 x2 രണ്ട് നമ്പേഴ്സ് എടുക്കുക. f(x1) = f(x2) ആണോ എന്ന് നോക്കാം. അപ്പോൾ എന്ത് കിട്ടും? x1³ = x2³ എന്ന് കിട്ടും. സോ ഇറ്റ് ഈസ് എന്താണ്, x1 = x2 എന്ന് കിട്ടും. എന്താണ്, therefore it is 1-1 ആണ്. 1-1 ആണെന്ന് കിട്ടി. സോ എന്തുമാണ്, സർജക്റ്റീവും ആണ്. സോറി, സർജക്റ്റീവ് അല്ല, ഇൻജക്റ്റീവും ആണെന്ന് കിട്ടി. ഇനി ഇൻജക്റ്റീവ് ആണെന്ന് കിട്ടി. ഇനി ഇതുപോലെ തന്നെയാണ്, നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. 2 എന്നുള്ളൊരു എലമെൻ്റ് ഉണ്ടെന്ന് വെച്ചോളൂ. ഇസഡിൽ ഉണ്ടല്ലോ, 2 is the element of ഇസഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെ ഇങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യാൻ പറ്റുക? വി cannot map all this. There is no element exist in this 2 for this column. That is cubic root of 2 എല്ലാം വരും. അതെല്ലാം that is not an element of ഇസഡ്. Cubic root of 2 is not an element of Z. So it is എന്തല്ല, onto അല്ല, സർജക്റ്റീവും അല്ല. ഓക്കെ, ഇതാണ് ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതിൻ്റെ എല്ലാ പാർട്ടും നമ്മൾ ചെക്ക് ചെയ്തു.